ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ വാട്സ്ആപ്പ് സന്ദേശം അയച്ച സംഭവത്തിൽ സർക്കാരിന് ആശ്വാസം. സ്പാർക്ക് പോർട്ടലിലെ ഡാറ്റ ദുരുപയോഗിച്ച് പ്രചാരണ സന്ദേശങ്ങൾ അയക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാരിന്റെ നോഡൽ ഏജൻസി തന്നെയായ IT മിഷനാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും ശമ്പള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിൽ നിയമവിരുദ്ധതയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതിനെ രാഷ്ട്രീയ പ്രചാരണമായി കാണേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. സ്പാർക്ക് ഡാറ്റ ദുരുപയോഗം ആരോപിച്ച് അധ്യാപകനായ P. റഷീദ് അഹമ്മദ്, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ KM. അനിൽകുമാർ തുടങ്ങിയവർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളിയത്. ആനുകൂല്യങ്ങൾ അറിയിച്ചുകൊണ്ട് സ്പാർക്ക് പോർട്ടലിലെ വിവരങ്ങൾ വഴി കേരള സ്റ്റേറ്റ് IT മിഷനാണ് സന്ദേശങ്ങൾ അയച്ചത്. സർക്കാരിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാട്സ്ആപ്പ് അക്കൗണ്ടിലൂടെ അയച്ച ഈ സന്ദേശങ്ങൾ നിയമപരമാണെന്ന് കോടതി വ്യക്തമാക്കിയത്. സന്ദേശങ്ങൾ ശമ്പളത്തെയും മറ്റ് ആനുകൂല്യങ്ങളെയും പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണമായോ നിയമവിരുദ്ധമായോ ഒന്നും കാണാൻ കഴിയില്ല. ഭരണത്തിന്റെ ഭാഗമായ നടപടിയായി മാത്രമേ സന്ദേശം അയച്ചതിനെ കാണാൻ കഴിയൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണെങ്കിൽ പോലും ഇത്തരം നടപടികൾ നിയമവിരുദ്ധമാണെന്ന് പറയാനാവില്ല എന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞു. സ്പാർക്കിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയെന്നോ അവർക്ക് ഈ വിവരങ്ങൾ ലഭ്യമാണോ എന്ന് തെളിയിക്കാൻ യാതൊരു രേഖകളുമില്ല. DA, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള IT മിഷൻ അയച്ച സന്ദേശങ്ങൾ സ്വകാര്യതയുടെ ലംഘനമല്ല. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയച്ചതിനെതിരായ ഹർജികൾ തള്ളുന്നുവെന്നാണ് കോടതി വ്യക്തമാക്കിയത്. 2021 മുതലുള്ള ഇതേ സർക്കാർ ഇപ്പോൾ സന്ദേശം അയച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളെക്കുറിച്ച് ജീവനക്കാരെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും സമാന സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്നുമായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വാദിച്ചത്. ജീവനക്കാരുടെ ഡാറ്റ ചോർന്നിട്ടില്ലെന്ന് IT മിഷനിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയെ അറിയിച്ചിരുന്നു.